പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിൽ ദുന്നൂൻ അഥവാ മത്സ്യത്തിൻ്റെ തോഴൻ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ഒരു പ്രവാചകനുണ്ട്. ഹസ്രത്ത് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു വലിയ മത്സ്യത്തിൻ്റെ വയറ്റിൽ കടലിൻ്റെ ആഴങ്ങളിൽ അന്ധകാരത്തിൻ്റെ 3 പാളികൾക്കുള്ളിൽ കിടന്ന് അദ്ദേഹം അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ച ചരിത്രം നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും. എന്നാൽ ആ ചരിത്രത്തിലേക്ക് കാലാകാലങ്ങളായി പല കെട്ടുകഥകളും വലിച്ചു ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഖുർആനും സ്വഹീഹായ ഹദീസുകളും മാത്രം മുൻനിർത്തിയുള്ള യൂനുസ് നബിയുടെ യഥാർത്ഥ ചരിത്രമാണ്. ഇന്നത്തെ ഇറാഖിലെ മൂസുലിനടുത്തുള്ള നിനവേ എന്ന ചരിത്രപ്രസിദ്ധമായ നഗരത്തിലേക്കാണ് അള്ളാഹു യൂനുസ് നബിയെ നിയോഗിക്കുന്നത്. ഏകദേശം 100,000-ലധികം ആളുകൾ താമസിച്ചിരുന്ന ആ വലിയ നഗരം വിഗ്രഹാരാധനയിലും വലിയ പാപങ്ങളിലും മുഴുകിയിരിക്കുകയായിരുന്നു. യൂനുസ് നബി വർഷങ്ങളോളം അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. എന്നാൽ അവർ അദ്ദേഹത്തെ പരിഹസിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രബോധനം തള്ളിക്കളയുകയും ചെയ്തു. ജനങ്ങളുടെ ഈ നിഷേധ നിലപാടിൽ മനം നൊന്ത യൂനുസ് നബി അള്ളാഹുവിൻ്റെ അന്തിമ കൽപ്പന ലഭിക്കുന്നതിന് മുൻപ് തന്നെ ആ നാട്ടിൽ നിന്നും മാറിപ്പോകാൻ തീരുമാനിച്ചു. നിനവേ നഗരം വിട്ട അദ്ദേഹം ഒരു കടൽ തീരത്തെത്തുകയും അവിടെയുണ്ടായിരുന്ന ഒരു കപ്പലിൽ കയറുകയും ചെയ്തു. കപ്പൽ യാത്ര തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ കടൽ പെട്ടെന്ന് പ്രക്ഷുബ്ധമായി. വലിയ കൊടുങ്കാറ്റിലും തിരമാലകളിലും പെട്ട് കപ്പൽ മുങ്ങുമെന്ന അവസ്ഥയിലായി. ഭാരം കുറയ്ക്കാനായി കപ്പലിലുള്ള സാധനങ്ങളെല്ലാം അവർ കടലിലേക്ക് എറിഞ്ഞു. എന്നിട്ടും രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ കപ്പൽ യാത്രക്കാർ ഒരു തീരുമാനത്തിലെത്തി. ആരുടെയെങ്കിലും നിർഭാഗ്യം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, അതിനാൽ ഒരാളെ കടലിലേക്ക് എറിയണം. അവർ നറുക്കിട്ടു. 3 തവണ നറുക്കിട്ടപ്പോഴും യൂനുസ് നബിയുടെ പേരാണ് വന്നത്. ഒടുവിൽ വിധിക്ക് കീഴടങ്ങി അദ്ദേഹം കടലിലേക്ക് ചാടുകയോ അല്ലെങ്കിൽ അവർ അദ്ദേഹത്തെ കടലിലേക്ക് എറിയുകയോ ചെയ്തു. യൂനുസ് നബി കടലിലേക്ക് വീണ ആ നിമിഷം അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് ഒരു കൂറ്റൻ മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി. എന്നാൽ അദ്ദേഹത്തിൻ്റെ മാംസം ചവച്ചരക്കാനോ എല്ലുകൾ തകർക്കാനോ ആ മത്സ്യത്തിന് അള്ളാഹു അനുവാദം നൽകിയിരുന്നില്ല. അതൊരു തടവറ മാത്രമായിരുന്നു. മത്സ്യത്തിൻ്റെ വയറ്റിലെ ഘനാന്ധകാരത്തിൽ കടലിൻ്റെ ആഴങ്ങളിലെ വെച്ച് തനിക്ക് സംഭവിച്ച പിഴവിനെക്കുറിച്ച് അദ്ദേഹം ബോധവാനായി. അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ നാടുവിട്ടതിൽ അദ്ദേഹം അങ്ങേയറ്റം ഖേദിച്ചു. ആ ഇരുട്ടറയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. വിശുദ്ധ ഖുർആൻ ആ പ്രാർത്ഥന ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നീയല്ലാതെ യാതൊരു ദൈവവുമില്ല, നീ എത്രയോ പരിശുദ്ധൻ, തീർച്ചയായും ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടവനായിരിക്കുന്നു. ഈ പ്രാർത്ഥന കേട്ട മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞു: അള്ളാഹുവേ, ദൂരെയുള്ള ഏതോ ഒരു നാട്ടിൽ നിന്ന് പരിചിതമായ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അള്ളാഹു പറഞ്ഞു: അത് എൻ്റെ ദാസൻ യൂനുസ് ആണ്. യൂനുസ് നബിയുടെ ആത്മാർത്ഥമായ തൗബ അള്ളാഹു സ്വീകരിച്ചു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആ മത്സ്യം അദ്ദേഹത്തെ ഒരു വിജനമായ കടൽ തീരത്തേക്ക് തുപ്പി. ദിവസങ്ങളോളം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നതുകൊണ്ട് അദ്ദേഹം അങ്ങേയറ്റം ക്ഷീണിതനും രോഗബാധിതനുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് തണലേകാൻ അവിടെ ഒരു യക്തീൻ ചുരക്കവർഗത്തിൽപ്പെട്ട വള്ളിച്ചെടി മുളപ്പിച്ചു. അതിൻ്റെ തണലിലും ഫലങ്ങളിലും അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്തു. ഇതേ സമയം നിനവേ നഗരത്തിൽ മറ്റൊരു അത്ഭുതം നടന്നിരുന്നു.
യൂനുസ് നബി നാടുവിട്ടതിന് പിന്നാലെ തങ്ങൾക്കുമേൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ആ ജനത ഒന്നടങ്കം പക്ഷാതപിച്ചു. രാജാവ് മുതൽ സാധാരണക്കാർ വരെ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങി. അള്ളാഹു അവരുടെ തൗബ സ്വീകരിക്കുകയും ശിക്ഷ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു. ഖുർആൻ പറയുന്നു, ശിക്ഷ പ്രഖ്യാപിക്കപ്പെട്ട ശേഷം അത് ഒഴിവാക്കപ്പെട്ട ഒരേയൊരു ജനത യൂനുസ് നബിയുടെ ജനത മാത്രമാണ്. ആരോഗ്യം വീണ്ടെടുത്ത യൂനുസ് നബി വീണ്ടും തൻ്റെ ജനതയിലേക്ക് തന്നെ മടങ്ങിയെത്തുകയും അവർ അദ്ദേഹത്തെ പ്രവാചകനായി സ്വീകരിക്കുകയും ചെയ്തു. ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് പലരും പറയാറുള്ള ചില കാര്യങ്ങളുണ്ട്. യൂനുസ് നബി കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ പേടിച്ച് ഓടിയതാണെന്നോ അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം 40 ദിവസം കിടന്നുവെന്നോ ഒക്കെയുള്ള കഥകൾ. എന്നാൽ ഇവയ്ക്കൊന്നും കൃത്യമായ തെളിവുകളില്ല. മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം എത്ര ദിവസം കിടന്നു എന്നത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. മറ്റൊരു പ്രധാന കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യൂനുസ് നബിയേക്കാൾ ഉത്തമനാണ് ഞാൻ എന്ന് ആരും പറയരുത്. അള്ളാഹുവിൻ്റെ മുൻപിൽ പ്രവാചകന്മാർക്കുള്ള പദവി എത്ര വലുതാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണത്. എത്ര വലിയ പ്രതിസന്ധിയിലായാലും പാപങ്ങൾ സംഭവിച്ചാലും നിരാശപ്പെടാതെ അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അവൻ നമ്മെ രക്ഷപ്പെടുത്തും എന്ന വലിയ പാഠമാണ് യൂനുസ് നബിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. കെട്ടുകഥകളില്ലാത്ത ഈ യഥാർത്ഥ ചരിത്രം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. മറ്റൊരു പ്രവാചകന്റെ ചരിത്രവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.